ഹലോ ഗൈസ്, കിടക്കാച്ചീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ പുൽക്കൂട് കാണാനായിട്ട് വന്നേക്കുവാണ്. ദേ ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന ആളാണ് സുരജിയുടെ ചേട്ടൻ ഗൈസ്. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് നിൽക്കുന്നതാണ് എന്റെ അമ്മ. അപ്പൊ നമുക്ക് പോയി പുൽക്കൂട് കണ്ടിട്ട് വരാം. ബാ. ഞങ്ങൾ വന്നേക്കുന്നത് നെല്ലിമൂട് ദിവ്യകാരുണ്യ ദേവാലയത്തിന്റെ മൈക്രിപ്പ് 2K23 കാണാനായിട്ടാണ്. ഇതിന്റെ തന്നെ 2K22ന്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ദിവ്യകാരുണ്യ ദേവാലയം ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ആയിട്ടാണ് ഈ ക്രിബ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുവാണ്. 50 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട്. ഈ ഒരു ടിക്കറ്റിൽ തന്നെയാണ് ക്രിബിലേക്കുള്ള പ്രവേശനവും ഡൈനോസർ ഷോയും അല്ലാതെ എക്സിബിഷനും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 7 മണിക്ക് ശേഷം പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. 24-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 28 വരെ ഇത് ഓപ്പൺ ആയിരിക്കും. ഫസ്റ്റ് ഞങ്ങൾ കയറി പോകുന്നത് ഒരു ഗുഹയിലേക്കാണ്. ഇത് ഫുൾ ഇരുട്ടാണെങ്കിൽ സൈഡിലൊക്കെ ഒരുപാട് ആർട്ട് വർക്കൊക്കെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ആർട്ട് വർക്കും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കുട്ടികളെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നതാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും വളരെയധികം എക്സൈറ്റഡ് ആയി. ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് വരും ഗൈസ്. അവിടെ നമുക്ക് വാട്ടർ ഡാൻസ് ഒക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പാലം വഴി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിറയെ സാന്താക്ലോസിനെയൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. We keep the truth to ourselves. Maybe we're hypnotized. This is പുൽക്കൂടെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചർച്ചിനടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റോളും ഫുഡ് കോർട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ടാണ് കുട്ടികളുടെ പാർക്ക് വരുന്നത്. ഇവിടെ ഒരു കുട്ടിക്ക് 30 രൂപയാണ് ചാർജ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗെയിംസ് വില്ലയിലേക്കാണ്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനടുത്തായിട്ട് തത്സമയ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചേച്ചിക്കും കിട്ടി നറുക്കെടുപ്പിലൂടെ ഒരു പ്ലാസ്റ്റിക് സമ്മാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൈനോസർ ഷോയ്ക്ക് കയറി. പിന്നെ ഞങ്ങൾ നേരെ എക്സിബിഷൻ നടക്കുന്ന ഹാളിലേക്ക് കയറി. അവിടെ കുറച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനമായിരുന്നു. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ എത്തിയത് ചർച്ചിൻ്റെ മുന്നിലേക്കാണ്. അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈക്രിബിലെ കാഴ്ചകൾ. 28-ാം തീയതി വരെ ഉണ്ട്. പറ്റുന്ന എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.